ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ഐശ്വര്യ അതിലി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല്ലെടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. നമ്മളൊരു പല്ലെടുത്ത് കഴിഞ്ഞാൽ ഡെൻറ്റിസ്റ്റ് നിങ്ങളോട് 1 മണിക്കൂർ പഞ്ഞി കടിച്ചു പിടിക്കാനായിട്ട് ആവശ്യപ്പെടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഏരിയയിലുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനും അവിടുത്തെ രക്തം കട്ട പിടിക്കാനുമാണ്. അത് കഴിഞ്ഞ് നിങ്ങളോട് ഡോക്ടർ അന്നത്തെ ദിവസം വാ കഴുകുകയോ തുപ്പുകയോ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കും. ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് രക്തം കട്ട പിടിച്ചിരിക്കുന്നതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് കാരണമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. പിന്നെ അന്നത്തെ ദിവസം എരിവ്, പുളി, ഉപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. സ്പൈസി ഫുഡ് ഒഴിവാക്കുക. ചൂട് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. തണുത്ത ആഹാരങ്ങളെല്ലാം കഴിക്കാം. നിങ്ങളിപ്പോൾ ഐസ്ക്രീം, ജ്യൂസ്, ഷേക്ക് അങ്ങനെ തണുത്തതായിട്ടുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കാം. പക്ഷേ നിങ്ങൾ സ്ട്രോ ഉപയോഗിക്കരുത്. ഗ്ലാസ്സിൽ ഒഴിച്ച് വേണം കുടിക്കാനായിട്ട്. നിങ്ങൾ ഒരു സ്മോക്കറാണെങ്കിൽ അടുത്ത 5 ദിവസത്തേക്ക് സ്മോക്കിംഗ് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറിയ മൈൽഡ് ഡിസ്കംഫർട്ടിനാണെങ്കിൽ നമുക്കൊരു പെയിൻ കില്ലർ എടുക്കാം. പിന്നെ എന്തെങ്കിലും ആബ്സസ് അഥവാ പസ് ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളോട് ആൻറ്റിബയോട്ടിക് എടുക്കാനായിട്ട് നിർദ്ദേശിക്കും. അങ്ങനെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പല്ലെടുത്ത് ആദ്യത്തെ 3 ദിവസത്തേക്ക് കഠിനാധ്വാനമുള്ള ജോലികൾ ഒഴിവാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പല്ലെടുത്ത ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ആൾക്കാർക്ക് നാക്ക്, വിരൽ അങ്ങനത്തെ ഇത് കൊണ്ടുപോയി തൊടിയിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നാക്കോ വിരലോ ഒന്നും കൊണ്ടുപോയി ആ ഏരിയയിൽ തൊടിയിക്കരുത്. പിന്നെ നിങ്ങൾ ഐസ് പാക്ക് വെക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പല്ലെടുത്തതെങ്കിൽ ഈ ഭാഗത്ത് പുറമെ ഐസ് പാക്ക് വെക്കുന്നത് അത്യാവശ്യമായിരിക്കും. 20 മിനിറ്റ് നമുക്ക് ഐസ് പാക്ക് അപ്ലൈ ചെയ്യാം. 10 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ പല്ലെടുത്ത ഭാഗത്ത് ജോ മസിൽസിന് എന്തെങ്കിലും സ്റ്റിഫ്നെസ് തോന്നുകയാണെങ്കിൽ ഒരു തുണിയിൽ വാം വാട്ടറിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് പുറമെ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ മസിൽ റിലാക്സേഷന് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഡോക്ടർ നിങ്ങൾക്ക് സ്റ്റിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പല്ലെടുത്ത ദിവസം വാ കഴുകരുത്, തുപ്പരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ 24 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വാ കഴുകുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല്ലിൻ്റെ ഈ എക്സ്ട്രാക്ഷൻ സൈറ്റിൽ എന്തെങ്കിലും അടിഞ്ഞു കൂടിയിരിക്കുന്ന ഡെബ്രിസ് ഉണ്ടെങ്കിൽ അത് ഫ്ലഷ് ഔട്ടായി പോവും. അതുകൂടാതെ നിങ്ങൾക്ക് ഓറൽ ഹൈജീൻ നല്ലതാക്കാനായിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. 3-4 ഡേയ്സിലത്തേക്ക് ബ്രഷിങ് കംപ്ലീറ്റ് ആയിട്ടും ആ ഏരിയയിൽ മാത്രം ഒഴിവാക്കുക. ബാക്കി ഏരിയയിലെല്ലാം ബ്രഷ് ചെയ്യാം. എപ്പോഴും മൗത്ത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പല്ലെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.